തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മാൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. ഹായ് എവരിവൺ. UK-ലേക്ക് സ്റ്റുഡൻറ് വിസയ്ക്ക് ആപ്ലിക്കേഷൻ ചാർജസിൽ കുറച്ച് ചേഞ്ചസ് വരണോ എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഡിഗ്രി പ്രോഗ്രാംസും PhD അല്ലെങ്കിൽ MRS പോലത്തെ പ്രോഗ്രാമും ചെയ്യുന്നവർക്ക് അവരുടെ IHS ഇൻ്റർനാഷണൽ സർവീസ് ചാർജസിൻ്റെ കോസ്റ്റിലും അതുപോലെ VFS ഗ്ലോബലിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ചാർജസിലും വ്യത്യാസം വന്നതും അത് എത്രയാണെന്നുള്ളൊരു ഡീറ്റെയിൽഡ് ആയ വീഡിയോ ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പുതിയൊരു അപ്ഡേറ്റും കൂടി ഇതിൽ തരാനുണ്ട്. ഈ 9th ശേഷം അവിടുത്തെ യൂണിവേഴ്സിറ്റീസ് പുതിയൊരു സ്റ്റാൻഡേർഡ് കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ UK-ലേക്ക് സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ CAS ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, നമ്മളുടെ കൺഫർമേഷൻ ഓഫ് അസസ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻറ്റ്, ഈ CAS ആപ്ലിക്കേഷൻ്റെ ചാർജസ് പൊതുവെ യൂണിവേഴ്സിറ്റിയാണ് ബെയർ ചെയ്തുകൊണ്ടിരുന്നത്. CAS ആപ്ലിക്കേഷൻ്റെ ചാർജ് യൂണിവേഴ്സിറ്റീസ് ബെയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CAS എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യുന്നത് അവിടുത്തെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസിയാണ്. ഈ പ്രൈവറ്റ് ഏജൻസീസാണ് നമ്മുടെ ഇൻ്റർവ്യൂ എടുക്കുന്നതും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നതും ഇത് പിന്നീട് നമ്മുടെ ഇമിഗ്രേഷന് വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാ സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നതും ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് ഈ CAS എന്ന് പറയുന്ന സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഓരോ ഡോക്യുമെൻറ്റ്സും വെരിഫൈ ചെയ്യുന്നതിൻ്റെ അവരുടെ ഒരു ചാർജ് ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് അത് ഈ കഴിഞ്ഞ ഇൻടേക്ക് വരെ ആ ചാർജസ് എല്ലാം യൂണിവേഴ്സിറ്റി തന്നെയാണ് സ്റ്റുഡൻറ്റിൻ്റെ ബിഹാഫിൽ പേ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഏപ്രിൽ മുതൽ ആ ചാർജസ് സ്റ്റുഡൻസ് പേ ചെയ്യേണ്ട സാഹചര്യമാണ് ഇനി മുതലുള്ളത്. നമ്മൾ CAS ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് നമ്മളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തതിന് ശേഷം ടോട്ടൽ നമ്മളുടെ വെരിഫിക്കേഷൻ ചാർജ് എത്രയാണെന്നുള്ളത് CASൻ്റെ പോർട്ടലിൽ നമുക്കിനി ടോട്ടലായിട്ട് കിട്ടും. അത് സ്റ്റുഡൻറ്റ് സ്വന്തം കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യണം. അതാണ് ഇനി മുതലുള്ള പുതിയൊരു റൂൾ ചേഞ്ച് UK-യിൽ വന്നേക്കുന്നത്. ഒരു ക്വിക്ക് അപ്ഡേറ്റ് ആണ്. ഏപ്രിൽ മെയ് ഇൻടേക്ക് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് തൊട്ട് ഈ ചാർജസ് വരുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡിഗ്രിയുടെയും +2-ൻ്റെയും ചിലപ്പോൾ 10th-ൻ്റെയും സർട്ടിഫിക്കറ്റ് ഇതേപോലെ വെരിഫൈ ചെയ്യേണ്ടി വരും. അങ്ങനെ ഉള്ളതിൻ്റെ വെരിഫിക്കേഷൻ ചാർജ് ഏകദേശം £180 തൊട്ട് £220 ഉള്ളിലാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ CAS ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിനുള്ള പൈസ കയ്യിൽ കണ്ടുവച്ചിട്ട് ഓൺലൈൻ പേയ്മെൻറ്റിന് റെഡി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷന് പോസിബിൾ ആയിട്ടുള്ള കാർഡ് കയ്യിൽ വെച്ചിട്ട് വേണം ഇനി CAS ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ക്വിക്ക് അപ്ഡേറ്റ് ആയിരുന്നു. ഈ ഏപ്രിൽ മെയ് ഇൻടേക്കും ഇനി മുതലുള്ള ഫ്യൂച്ചർ എല്ലാ ഇൻടേക്കിലേക്കും ഇനി മുതൽ CASൻ്റെ പേയ്മെൻറ്റും സ്റ്റുഡൻറ്റ് തന്നെ പേ ചെയ്യണം എന്നുള്ളതാണ് പുതിയ റൂള്. അപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ജൂൺ ജൂലൈ ഇൻടേക്കിലേക്ക് നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും UK-യിൽ അവൈലബിലിറ്റി ഓഫ് കോഴ്സ് ഏതൊക്കെയാണ്, ഏതെല്ലാം യൂണിവേഴ്സിറ്റീസാണ് എന്നൊക്കെ അറിയാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന താല്പര്യമുള്ള എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ വേണ്ടി കാണാം.